अस्सलामुअलैकुम वरहमतुल्लाहि ताला वबरकातुहू। रब्बि इश्रह ली सदरी वयस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। अल्हम्दुलिल्लाहि रब्बिल आलमीन हम्दन युआफ़ी निअमहु व युकाफ़ी मज़ीदा। अल्लाहुम्मा सल्लि अला नूरी व अहली, अल्लाहुम्मा सल्लि अला नूरी व अहली, अल्लाहुम्मा सल्लि अला नूरी व अहली। बिस्मिल्लाहिर रहमानिर रहीम। अल क़ुद्दूस ഹുവല്ലാഹുല്ലസീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ്. ഖുദ്സ് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് ഖുദ്ദൂസ്. പരിശുദ്ധമാക്കപ്പെട്ടവൻ, എല്ലാ പോരായ്മകളെ തൊട്ടും വ്യത്യാസങ്ങൾ, പകർച്ചയാക്കൽ എന്നിവ ഉണ്ടാക്കുന്നതിനെ തൊട്ടും പരിശുദ്ധനായവ എന്നാണ് അർത്ഥം. ഈ ഭൂമി ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വെച്ച സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? മനുഷ്യന് ലഭിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അക്കലാണെന്നാണ്. മനുഷ്യൻ്റെ അക്കല്. അത് ഈമാനും കൂടെ ചേർന്നാൽ സോനെ പർ സുഹാഗ. അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ വലിയൊരു നിഅമത്താണ് അക്കല്. ശരീരങ്ങൾ, മനുഷ്യപ്രകൃതങ്ങൾ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അറിയുന്നത് ഒരവിശ്വാസിയായ ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വിശ്വാസിയെ അവൻ അംഗീകരിക്കുകയും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. മാനുഫാക്ചറർ ഒരാളാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിനെ അറിയുക എന്ന മനുഷ്യൻ്റെ ലക്ഷ്യത്തിലേക്ക് സമയത്ത് എത്തുക എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും പഠിപ്പിച്ചത് ഫറോവക്ക് മനസ്സിലായിട്ടുണ്ട്. ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം. പക്ഷേ സമയം കഴിഞ്ഞുപോയിന്ന്. ഫറോവയും പറഞ്ഞല്ലോ, മുങ്ങിത്താഴുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും വിശ്വസിക്കുന്ന പടച്ചവൻ ആരോ അവനാണ് പടച്ചവൻ എന്ന് ഞാനിതാ ഈമാൻ കൊള്ളുന്നു എന്ന്. അപ്പം അള്ളാഹു പറഞ്ഞു, ആൽ ആന, ഇപ്പോഴാണോ? ഇറ്റ്സ് ടു ലേറ്റ്. അപ്പോൾ സമയത്ത് കാര്യം മനസ്സിലാക്കുക എന്നതാണ്. പരലോകത്തെത്തുമ്പോൾ എല്ലാ കാര്യവും എല്ലാ റൂഹിനും മനസ്സിലാകും. ബട്ട് നമ്മൾ സമയത്ത് മനസ്സിലാക്കി നമ്മൾ നേർവഴിയിൽ പ്രവർത്തിക്കലാണ് നമ്മളുടെ ലക്ഷ്യവും ജീവിത വിജയവും. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ അറിയണം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയണമെങ്കിൽ അഷ്റഫുൽ ഹൽക്കിനെ കുറിച്ച് പഠിക്കണം. എല്ലാ തരത്തിലുള്ള പരിശുദ്ധിയാണ് ഖുദ്ദൂസ്. അൽ അർളുൽ മുഖദ്ദസ എന്നൊക്കെ പറയും. ഹോളി ലാൻഡ്, ശുദ്ധമായ പരിശുദ്ധിയുള്ള പ്രദേശങ്ങളെന്ന്. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ ഖുദ്ദൂസ് എന്നറിയപ്പെടുന്നുണ്ട്. പരിശുദ്ധിയുടെ ആത്മാവ് എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവ് എന്ന് പറയൂലേ. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ ഒരു വീഴ്ചയും വരുത്താത്ത പരിശുദ്ധനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് നമ്മൾ യോഗ്യരാവണമെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരാകണം. അപ്പോൾ ഹൃദയത്തെ ശുദ്ധിയാക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അവിടേക്കാണ് റബ്ബിൻ്റെ നോട്ടം. ഖുദ്ദൂസ് നമ്മളെ ഹൃദയത്തിനോട് നമ്മൾ ചേർത്ത് നിർത്തുക, പരിശുദ്ധിയുള്ളവരാകുക. അസ്സലാമു അലൈക്കും.